ഹായ് കൂട്ടുകാരെ, ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും. ഇന്നിപ്പോഴേ വിശ്വാസം എന്ന വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെ കൊണ്ട് കേട്ട് സഹിപ്പിച്ച് ബോധിപ്പിച്ചാലോ എന്നാലോചിച്ചു. വിശ്വാസം എന്ന് പറയുമ്പോഴേ സൗഹൃദങ്ങളിലെ വിശ്വാസം, ബന്ധങ്ങളിലെ വിശ്വാസം, കുടുംബജീവിതത്തിലെ വിശ്വാസം, മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള വിശ്വാസം, അധ്യാപകരും ശിഷ്യരും തമ്മിലുള്ള വിശ്വാസം എന്ന് തുടങ്ങി ഒരുപാട് വ്യക്തിബന്ധങ്ങളിലെ ഇഴയെടുപ്പം കൂട്ടുന്ന ഒരു കാര്യമാണ് അദമ്യമായ വിശ്വാസം. വിശ്വാസമല്ലേ എല്ലാം നമ്മളെപ്പോഴും പറയാറുള്ളതല്ലേ. എന്നുവെച്ചാൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന കുറേ മനുഷ്യരാണ്. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ വിശ്വസിക്കുന്ന ആ മനുഷ്യരെ എല്ലാ സമയത്തും നമ്മുടെ ഒരു രക്ഷാകവചം പോലെ നമ്മുടെ മനസ്സിൽ ഒരു കെടാവിളക്കായിട്ട് ഇങ്ങനെ പ്രതിഷ്ഠ നേടിയ ആളുകളായിരിക്കും. അപ്പോൾ ആ വിശ്വാസം ആർജിച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഒരുപാട് നാളത്തെ ചിരപരിചിതരായ വ്യക്തികളോടായിരിക്കും, ആ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും നമ്മളവരെ വിശ്വസ്തരാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ വിശ്വാസം പരസ്പരമുണ്ടാവും. അത് ഒരു കാലത്തും കുറഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്, വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവരെ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് വിശ്വാസവഞ്ചകരായിട്ട് ഒരിക്കലും നമ്മൾ മാറരുത് എന്ന് കരുതിക്കൊണ്ട് നമ്മളവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പരസ്പര സൗഹൃദത്തിൽ ഈ വിശ്വാസമുള്ള ആളുകളോട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ സുദൃഢമായി അവരോട് സംസാരിച്ച് ആശയരൂപീകരണം നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ വിശ്വാസമുള്ള ആളുകളെയൊക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യം നമ്മൾ മുജ്ജമ്മ സുഹൃതമായിട്ടേ കരുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഊർജം, നമുക്ക് കിട്ടുന്ന പുതിയ അനുഭവങ്ങൾ, പുതിയ അറിവുകൾ, അതായത് നമ്മളെ നേർവഴിക്ക് അവർ നടത്തുമെന്നുള്ള ഉത്തമ ബോധ്യം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആകുന്നു, വളരെ സമാധാനത്തോടുകൂടെ നമുക്ക് അത്തരം ആളുകളോടുകൂടെ ഇടപഴകാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഈ വിശ്വാസം എത്ര കണ്ട് ആ ഇഴയടപ്പം വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാകുന്നു, അത്ര കണ്ട് സുതാര്യമാകുന്നു ബന്ധങ്ങൾ. എല്ലാം തുറന്ന് സംസാരിക്കും. എപ്പോഴും അവരെ കേൾക്കാനും തിരിച്ച് കേൾക്കാനും എല്ലാമുള്ള സമയം ഉണ്ടാവും. പിന്നെ അതിൽ ഒരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളുണ്ടാവൂലേ? ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരാളെ ഉണ്ടാക്കണം. ആ ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിപ്പോൾ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഭർത്താവും ഭാര്യയും തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ മക്കൾ തമ്മിലായിരിക്കാം. എല്ലാവരിൽ നിന്നും അങ്ങനെ വിശ്വസ്തരായ കുറേ ആളുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഈ പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് വിശ്വസ്തയായ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈശ്വരൻ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന ഒരാളായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് നിദാനമായി തീർന്ന ഒരു വ്യക്തിയായിരിക്കും. ഭരണകൂടങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഭരിക്കുന്ന ആളുകളിൽ വിശ്വാസം അർപ്പിക്കുന്നു ജനങ്ങൾ, അല്ലേ? അതേപോലെ തന്നെയാണ് ഈ ബന്ധങ്ങളിലെ വിശ്വാസം എന്ന് പറയുന്നത്. അത് ആത്മാർപ്പണം നടത്തി നേടുന്നതാണ്. അതുകൊണ്ട് ഒരു കാലത്തും ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യാതെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോവുക. അതാണ് വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
ഓക്കെ, നിങ്ങൾക്ക് ബോറടിച്ചോ? അടിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം നല്ല ഒരു സബ്ജക്റ്റായിട്ട് വരാം. അതുവരേക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ.